നമുക്കിന്ന് സൺഡേ ആണെങ്കിലും കുറച്ച് ഏറെ പരിപാടീസുണ്ട്. നമ്മുടെ നൈറ്റീസിൻ്റെ ഫുൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് സ്റ്റോക്കൊക്കെ തിരിക്കണം, ഓരോ സൈസ് അനുസരിച്ച് നമുക്ക് മാറ്റി വയ്ക്കണം. അതുപോലെ തന്നെ നമുക്ക് വീഡിയോയും എടുക്കണം. കാരണം ഇന്ന് നമ്മുടെ വീഡിയോ എല്ലാം എടുത്ത് കയറ്റിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നാളെ മുതൽ ഇത് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അത്രയും ടൈമില്ല. ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സൺഡേ മാത്രമേ ഇതിനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ സൺഡേയിൽ ഇതെല്ലാം പെട്ടെന്ന് നമ്മൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യം അതുകൊണ്ട് സൺഡേ ആണെങ്കിലും നമുക്കിന്ന് റെസ്റ്റ് എടുക്കാനുള്ളൊരു ടൈമില്ല. നമുക്ക് വന്നിരിക്കുന്ന നൈറ്റീസ് എല്ലാം പൊട്ടിക്കണം, നോക്കണം, തരംതിരിക്കണം. അതുപോലെ തന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഉണ്ടോ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചാൽ എന്താണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ചിലർക്കുണ്ട് ഡൗട്ടുണ്ട്, നമ്മൾ ശരിക്കും ഫേക്കാണോ അതോ ഒറിജിനലാണോ എന്നൊക്കെ കുറേ പേർക്ക്. ഇപ്പം എനിക്കാണെങ്കിലും ഞാനും ഇങ്ങനെ കുറേ സ്റ്റോക്സ് ഇങ്ങനെ വെളിയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു പുറത്തുനിന്ന്. അപ്പോൾ എനിക്കും കുറേ ഫേക്ക്നെസ്സിൻ്റെ അലേർട്ട്, കുറച്ച് പൈസ പോയി. പിന്നെ അതുപോലെ തന്നെ പക്ഷേ പോയ പൈസ ഞാൻ പിന്നെ വിറ്റില്ല, ഞാൻ സൈബർ ക്രൈമിൽ കേസ് കൊടുത്ത് അവരെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്കൊരു മനസ്സമാധാനമല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ എന്നോട് വന്നിട്ട് ഫേക്കാണോ ചോദിക്കുന്ന ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ അതിൻ്റെ അകത്തൊന്നും അവരോട് പറയാറില്ല. കാരണം എൻ്റെ പൈസ പോകുമ്പോൾ എനിക്ക് അതിൻ്റെ വിഷമമുണ്ട്. അതുപോലെ തന്നെയാണല്ലോ മറ്റുള്ളവരുടെ പൈസ പോകുമ്പോഴും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഞാൻ 3XL കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3XLക്കാർ നമ്മളെ കാണുന്നത്, നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 3XL കുറേ പീസസ് വന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ ഫേക്കാണോ, നമ്മൾ കറക്റ്റായിട്ട് ടൈമിൽ അയച്ചു കൊടുക്കുമോ, നമ്മളവരുടെ പൈസ എടുക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ആൾക്കാരോട് പൊതുവേ ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവരോട് ഞാൻ ഫേക്കല്ല, ഞാൻ ശരിക്കും ചെയ്യുന്നുണ്ടെന്ന് പറയാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് തോന്നും ഇവർ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ അത് ഫേക്കായിരിക്കാം എന്ന് തോന്നുന്നതുകൊണ്ട്. അപ്പം ശരിക്കും അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാനുമില്ല. കാരണം ഇവരിങ്ങനെ ഫേക്കാണോ എന്ന് എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു കാര്യം, എൻ്റെ പൈസ പോയ ഒരു കാര്യമാണ് ഞാൻ വിചാരിക്കുക. കാരണം എൻ്റെ ഒരു 50,000-ൻ്റെ മേളിൽ എനിക്ക് ഇതുപോലെ സ്റ്റോക്ക് എടുത്തിട്ട് പോയിട്ടുണ്ട്. ഓൺലൈൻ സ്റ്റോക്ക് എടുക്കാമെന്ന് വെച്ച് യൂട്യൂബിൽ കണ്ടതും, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ മാർട്ടിൽ ചെയ്തിട്ട് പോയി ഇൻക്വയറി ഇട്ടിട്ട് അവിടുന്ന് ഫേക്ക് വന്നതും പൈസ പോയതുമായ അവസ്ഥ എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാനങ്ങനെ ഓൺലൈനായിട്ട് നോക്കാറില്ല. നമ്മളെ കൊണ്ട് സ്വന്തമായിട്ട് തയ്ക്കാൻ പറ്റുന്നതും അതുപോലെ വിശ്വസ്തമുള്ളതുമായ സ്ഥലത്ത് നിന്ന് മാത്രമേ നമ്മൾ പീസസ് എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ വെറുതെ കാശ് പോകണ്ടല്ലോ. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അല്ലേ, എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അങ്ങനെ വെറുതെ കളയുമ്പോൾ നമുക്കത് ഏതെങ്കിലും പാവപ്പെട്ടവരുടെ കയ്യിലാണെങ്കിൽ ഓക്കെ. ഇത് വെറുതെ നമ്മുടെ പൈസ തട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിലോട്ട് നമ്മൾ കൊടുക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാനിപ്പോൾ അതിന് പോകാറില്ല. അപ്പം എന്നോട് ഫേക്കാണോ ചോദിക്കുന്നവർക്ക് എനിക്ക് ഇത്രയും പീസസ് ഉണ്ട്, ഇത് തീരുന്നവരെ ഞാൻ എല്ലാവർക്കും സ്റ്റോക്ക് അയക്കാറുണ്ട് കേട്ടോ. നമ്മൾ ആർക്ക് ബുദ്ധിമുട്ടിക്കാനോ ആരെയും പറ്റിക്കാനോ നമ്മൾ പോകണില്ല. കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലല്ലോ, നമ്മുടെ ഒരു